കൊച്ചി തോപ്പുംപടി ഹാർബർ നവീകരണം വൈകുന്നതിനെതിരെ രണ്ടാം ഘട്ട സമരം ആരംഭിച്ചിരിക്കുകയാണ് ഹാർബർ സംരക്ഷണ മുന്നണി. നിർമ്മാണ പ്രവൃത്തികൾ എന്ന് തുടങ്ങും എന്ന ചോദ്യത്തിന് അധികൃതർക്ക് ഉത്തരമില്ല. നവീകരണം നിലച്ചതോടെ മത്സ്യത്തൊഴിലാളികളാകട്ടെ പ്രതിസന്ധിയിലാണ്. മോഹന വാഗ്ദാനങ്ങൾ നൽകിയവരെല്ലാം പറഞ്ഞു പറ്റിച്ചു കൊച്ചിയിലെ ഈ മത്സ്യത്തൊഴിലാളികളെ. പരമാവധി വാതിലുകൾ ചെന്നുമുട്ടി, ഫലമുണ്ടായില്ല. ഇതിനു പിന്നാലെയാണ് ഇവർ പരസ്യ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. 140 കോടിയുടെ ഹാർബർ നവീകരണ പദ്ധതികൾ. മത്സ്യത്തൊഴിലാളികൾ വലിയ പ്രതീക്ഷയിലായിരുന്നു. എന്നാൽ 1.5 വർഷത്തിനിപ്പുറവും പ്രഖ്യാപനം വെള്ളത്തിലെ വര പോലെയായി. തുറമുഖ വകുപ്പിലെ ഉദ്യോഗസ്ഥർ മൗനത്തിൽ. ചർച്ചയ്ക്ക് പോലും ചെയർമാൻ തയ്യാറാകുന്നില്ലെന്ന് ആക്ഷേപം. ഒരു തരത്തിലും അവർ സഹകരിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമ്മൾ ആദ്യം തന്നെ പോർട്ട് ട്രസ്റ്റ് ചെയർമാനോട് ഉപരോധ സമരത്തിന് മുമ്പ്, ഒട്ടേറെ സമരങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മൾ കത്ത് കൊടുത്തതാണ്. അതിനെപ്പറ്റി ആദ്യം ചർച്ച ചെയ്തില്ല. ഉപരോധം നടക്കുമ്പോൾ ഒരു ചർച്ച നടത്താമെന്ന് പറഞ്ഞെങ്കിലും 2 മണിയായപ്പോൾ പറഞ്ഞ് വീണ്ടും വിളിക്കാമെന്ന് പറഞ്ഞു, വിളിച്ചില്ല. അതിനുശേഷം നമ്മൾ ഒരു കത്ത് കൊടുത്തു, ചർച്ച ചെയ്തില്ലെങ്കിൽ, നമ്മൾ ഇത്തരം വിഷയങ്ങൾ പരിഹരിച്ചില്ലെങ്കിൽ സമരത്തിലേക്ക് പോകുന്നവർ അവർ യാതൊരു മറുപടിയില്ല. കാത്തിരിപ്പിന്റെ സീമകൾ ലംഘിക്കപ്പെട്ടതോടെ പരസ്യ പ്രതിഷേധത്തിന് അവർ തയ്യാറായി. അപ്പോഴും അതിരുവിട്ടില്ല. എന്നാൽ ഇനിയും ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ സമരത്തിന്റെ രൂപം മാറുമെന്നും ഹാർബർ സംരക്ഷണ സമിതി ഓർമ്മിപ്പിക്കുന്നു. CME പറഞ്ഞതെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം മന്ത്രിയായിട്ട് കോൺട്രാക്ടറായിട്ട് ചർച്ച നടത്തിയിരുന്നത്. ആ ചർച്ചയുടെ ഭാഗം എന്താണെന്ന് പറയുമ്പോൾ അത് ഒന്നും അവിടെ ഇവിടെ തൊടാത്ത രീതിയിലാണ് പറയുന്നത്. ഇത് എനിക്ക് തോന്നുന്നത് ഈ വർക്ക് നടക്കാൻ സാധ്യതയില്ല ഇപ്പം ഇന്നത്തെ സിറ്റുവേഷന്. ഉണ്ടായിരുന്ന കെട്ടിടങ്ങൾ പൊളിച്ചു. വലിയ മത്സ്യബന്ധന യാനങ്ങൾ അടുപ്പിക്കാൻ നിർവാഹമില്ല. അതുകൊണ്ട് തന്നെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് തൊഴിലാളികൾ പലരും. മനം മയക്കുന്ന പ്രഖ്യാപനങ്ങൾ നടപ്പാക്കിയില്ലെങ്കിലും പരാതിയില്ല. പക്ഷേ ഹാർബറിന്റെ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ ഉറപ്പാക്കണമെന്നാണ് ആവശ്യം. കേരളത്തിന്റെ സ്വന്തം സൈന്യമെന്ന് മുഖ്യമന്ത്രി വിശേഷിപ്പിച്ചവരാണ് അവരുടെ അടിസ്ഥാന സൗകര്യത്തിനു വേണ്ടി തെരുവിലിറങ്ങി പോരാടുന്നത്. ഇക്കാഴ്ച കണ്ടില്ലെന്ന് നടിക്കരുത്. 140 കോടിയുടെ പദ്ധതികൾ നടത്തിക്കൊടുത്തില്ലെങ്കിലും ചെറിയ വികസന പ്രവർത്തനങ്ങളിലും ഹാർബറിൽ നടത്തണം. അല്ലെങ്കിൽ വലിയ പ്രതിസന്ധിയിലാകും മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, 24. പൊതുജനം കഴുതയല്ല സാർ. ഇവിടെയും നവീകരണം ആരംഭിക്കുമ്പോൾ ഒട്ടേറെ വാഗ്ദാനങ്ങൾ ഉണ്ടായിരുന്നു. അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് തോപ്പുംപടി ഫിഷറീസ് ഹാർബറിനെ ഉയർത്തുമെന്ന് വാഗ്ദാനമുണ്ടായിരുന്നു. പകുതി ഭാഗത്തെ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കിയത് ഈ വാഗ്ദാനം നൽകിയാണ്. എന്നാൽ നിർമ്മാണം വൈകിയതോടെ കരാർ കമ്പനിയും പോർട്ട് അതോറിറ്റിയും ഇപ്പോൾ പരസ്പരം പഴിചാരുകയാണ്. കടുത്ത അമർഷമുണ്ട് തൊഴിലാളികൾക്ക്. പ്രതികരണങ്ങൾ കേൾക്കാം. നമുക്ക് പ്രധാനമായിട്ട് പറയാനുള്ള സ്വകാര്യവൽക്കരണവും അതേപോലെ തന്നെ നവീകരണവും ബന്ധപ്പെട്ടിട്ട് അന്താരാഷ്ട്ര ലെവലിലുള്ള ഹാർബറാണ് പണിയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് അതെല്ലാം ആവശ്യം. ഹാർബറിൽ ബോട്ട് പിടിക്കാനുള്ള ട്രഡ്ജിംഗ് സംവിധാനങ്ങൾ, വണ്ടികൾ പിടിക്കാനുള്ള സഞ്ചാരയോഗ്യമായ റോഡുകൾ, ബെർത്തുകൾ കച്ചവടം ചെയ്യാനുള്ള അങ്ങനെ അടിസ്ഥാനപരമായിട്ടുള്ള സൗകര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് പോകണം. ഹാർബറിന്റെ നവീകരണ ഭാഗമായിട്ട് കോടിക്കണക്കിന് രൂപ, 140, 167 കോടി രൂപ കേന്ദ്ര സർക്കാർ പാസ്സാക്കിയിട്ടും പൊളിച്ച് കിട്ടുകയല്ലാണ്ട് ഈ ട്രഡ്ജിങ് നടത്തുകയല്ലാണ്ട് ഇവിടെ ഒന്നും നടത്തിയിട്ടില്ല. ചെയർമാന്റെ അനാസ്ഥയാണ് വളരെ കാണുന്നത്. അതിന്റെ ഭാഗമായിട്ട് രണ്ടാം ഘട്ട സമരം നമ്മൾ ഇവിടെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 200-300 ബോട്ടുകൾ നടക്കുന്ന സംവിധാനങ്ങൾ ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇപ്പോൾ 50-40 ബോട്ടുകൾ ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ അടിസ്ഥാനത്തിൽ ഒരുപാട് തൊഴിലവസരങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. ബോട്ട് വെച്ച് മട്ടാഞ്ചേരി, പള്ളുരുത്തി മേഖലയിലുള്ള പാവപ്പെട്ട തൊഴിലാളികളാണ് ഈ ഹാർബറിനകത്ത് നടത്തുന്നത്. ആയിരക്കണക്കിന് കുടുംബങ്ങളാണ് ഇതുകൊണ്ട് ജീവിക്കുന്നത്. ഇന്ന് ശരിക്കും പറഞ്ഞാൽ പട്ടിണിയുടെ ഭാഗത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തോപ്പുംപടി ഹാർബറിന്റെ കാര്യത്തിൽ തീരുമാനമുണ്ടാകട്ടെ. എത്രയും വേഗം നവീകരണ പ്രവർത്തികൾ വീണ്ടും ആരംഭിക്കട്ടെ. അങ്ങനെ കരുതാം. നമ്മൾ ഈ വാർത്ത അധികൃതരെ അറിയിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.